എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പൊ ഹോട്ട് ടോപ്പിക് അയക്കുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. ശനിയാഴ്ച ഞായറാഴ്ചയാണ് വിനീഷ്യസ് ജൂനിയർ ആർട്സിലായിട്ട് ലംഘിപ്പിക്കുന്നത്. ഡേവിഡ് ഓൺസ്റ്റിൻ റിപ്പോർട്ട് ചെയ്ത ആള് ആർട്സില് വിനീഷ്യസ് ജൂനിയറിന് താല്പര്യമുണ്ട്, ആളുടെ ഡീൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊരു ന്യൂസ് ഇട്ടു. അതിനുശേഷമാണ് കൂടുതൽ ആക്റ്റീവ് ആയത് വിനീഷ്യസ് ടു ആർട്സിനൽ എന്ന രീതിയിൽ. ഇപ്പൊ അതിൽ ആ കാര്യം ഒന്നുകൂടി നോക്കി വെച്ചാ വിനീഷ്യസിന്റെ ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്ട് ആണ് ഇപ്പൊ വിനീഷ്യസ് ഉള്ളത്. 2027 ആളുടെ കോൺട്രാക്ട് അവസാനിക്കും. ഇപ്പൊ റിപ്പോർട്ടിൽ പ്രകാരം ഒരു നല്ല കോൺട്രാക്ട് പ്രപ്പോസൽ വിട്ടിട്ടുണ്ട് റയല്. പക്ഷെ ആള് ഡിമാൻഡിങ് സാലറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് റയലിന് അക്സെപ്റ്റബിൾ അല്ല എന്ന രീതിയിലൊക്കെയാണ്. അപ്പൊ അതേ സമയത്താണ് അവര് ആർട്സിലെ രംഗത്ത് വന്നിട്ട് ഡീല് സൈൻ ഡണ്ണാക്കാൻ നോക്കുന്നത്. ഇത് ഒന്നാമത് ഇവർക്ക് വിനീഷ്യസ് ജൂനിയറിന് ജനുവരിയിൽ വേണമെങ്കിൽ ക്ലബായിട്ട് കോൺട്രാക്ട് കഴിഞ്ഞിരിക്കുന്ന പ്ലെയർ, അടുത്ത വർഷം കോൺട്രാക്ട് കഴിഞ്ഞിരിക്കുന്ന പ്ലെയറിന് വേണമെങ്കിൽ ജനുവരിയിൽ വേറെ ക്ലബായിട്ട് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാധിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ഒരു അത്യാവശ്യം നല്ല ഒരു 150 million അറൌണ്ടുള്ള രീതിയിലായിരിക്കും റയൽ എന്തായാലും വിനീഷ്യസിന് ചോദിക്കാൻ പോകുന്നത്. അല്ലാതെ വെറുതെ ഈസി ആയിട്ട് കൊടുക്കുന്നില്ല. 150, 160 ആ മില്യൺ ആയിരിക്കും എന്തായാലും വിനീഷിന്റെ പ്രൈസ്. ഇപ്പൊ ഫ്രീ ഏജന്റ് ആകുമ്പോ എത്രയും കുറയും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഡീല് നടക്കാൻ സാധ്യത അടുത്ത സീസണിലാണ് സാധ്യത ഉണ്ട് ഈ ഡീല് നടക്കാൻ. ഇതിപ്പോ ആർട്സലിനെ ഭാഗത്തേക്ക് നോക്കുമ്പോ ഒരു നല്ല സൈനിങ് ആണ്. ആർട്സലിനെ ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് അങ്ങനെ ഒരു സൈനിങ് ആണ് ആർട്സലിന്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് 2020 22 ആണ് മാഞ്ചസ്റ്റർ സിറ്റി എർലിംഗ് ഹാലൻഡിനെ സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആയിട്ട് സൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടെ സെർജിയോ അഗ്വാറോ എനിക്ക് തോന്നുന്നത് ആള് ക്ലബ്ബ് വിടുന്നു. ആ സമയത്ത് അവർക്കൊരു നല്ല സ്ട്രൈക്കർ ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് എർലിംഗ് ഹാലൻഡ് വന്നതും. അതിനുശേഷം ചാമ്പ്യൻസ് ലീഗ് സിറ്റി ജയിച്ചു, പ്രീമിയർ ലീഗ് ജയിച്ചു. അങ്ങനെ അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആണ്. അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആണ് ഇത് ആർട്സൽ സൈൻ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും ആർട്സലിനൊരു വേണ്ട ഒരു പൊസിഷനാണ് വിങ്. ആള് റൈറ്റ് വിങ് കളിക്കും, ലെഫ്റ്റ് വിങ് കളിക്കും. ഹി ക്യാൻ പ്ലേ ആൾസോ സെന്റർ ഫോർവേഡും കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് വിനീഷ്യസ്. ഇപ്പൊ ഒരു ബിഗ് സ്റ്റാർ സൈനിങ്, സ്റ്റാർ സെന്റഡ് സൈനിങ് ആണ്. അതായത് ബിഗ്ഗസ്റ്റ് സ്റ്റാർ സൈനിങ് ആണ് വിനീഷ്യസ് ജൂനിയറെ സംബന്ധിച്ചോളം. ആൾക്ക് മൈക്കിൾ ആർട്ടേറ്റയ്ക്ക് ആയിട്ട് അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് വിങ് സൈനിങ്സ് ആയിട്ട് തോന്നുന്നുണ്ട് വിനീഷ്യസ്. അത് ഒരു വിങ്ങില് സാക്ക, ഒരു വിങ്ങില് വിനി, അവർക്ക് കോംപ്ലിമെന്റ് ചെയ്ത് കളിക്കാൻ പറ്റും. ആർട്സൽ അത്യാവശ്യം നല്ല ക്ലബ്ബാണ് ഇപ്പൊ തന്നെ. അതായത് പ്രീമിയർ ലീഗിൽ മിക്ക എല്ലാ സീസണിലും ടോപ്പ് 4 ഗ്യാരണ്ടി ആണ്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലില് കളിച്ചു. കറന്റ് പ്രീമിയർ ലീഗ് വിന്നർ ആണ്. എന്തുകൊണ്ട് ഒരു നല്ല മൂവ് ആയിരിക്കും വിനീഷ്യസ് ആർട്സലിലേക്ക് വരാച്ച, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത് റയൽ മാഡ്രിഡ് ഞാൻ ഡിമാൻഡിനെ സൈൻ ചെയ്തു. ഏകദേശം ഫാബ്രിസിയോ റോമാനി ഹിയർവിഗോ കോറിന് ഏകദേശം സൈനിങ് ആയി. വെറും 19 വയസ്സുകാരനെ 100 million റെക്കോർഡ് ഫീ ആണ്. അതായത് RB ലൈപ്സിംഗിന്ന് 100 million euro എന്ന റെക്കോർഡ് ഫീയിലൂടെയാണ് ഇവർ സൈൻ ചെയ്ത് റയൽ മാഡ്രിഡ്. ആൾക്ക് വേണ്ടി PSG രംഗത്തുണ്ടായിരുന്നു. PSG ലാസ്റ്റ് സമയത്ത് PSG ഒക്കെ ഉണ്ടായിരുന്നു. PSG ഓൾറെഡി ടാർഗറ്റ് ആയിരുന്നു. അതായത് ലാസ്റ്റ് സീസൺ വരെ തന്നെ PSG ടാർഗറ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു യാൻ ഡിമാൻഡ്. ഇതിപ്പോ ഒരു റീപ്ലേസ്മെന്റ് സൈനിങ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈനിങ് ആയിട്ടാണ് എനിക്ക് റയൽ മാഡ്രിഡ് ഭാഗത്ത് തോന്നുന്നത്. കാരണം എങ്ങാനിപ്പോ വിനീഷ്യസ് ജൂനിയർ ഈ സീസണിലോ അല്ലെങ്കിൽ അടുത്ത സീസണിലോ ക്ലബ്ബ് വിട്ടാൽ ആ ഭാഗത്തേക്ക് ആൾക്ക് ഒന്നാമത് 19 വയസ്സുകാരനാണ്, ഹൈ യങ് ടാലന്റ് ആണ്, ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ ആയിട്ടുള്ളതാണ് ഇപ്പൊ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ആൾക്ക് ലെഫ്റ്റ് കളിക്കാൻ പറ്റും, ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് വിങ്ങർ ആയിട്ട് കളിക്കാൻ പറ്റും. അത്യാവശ്യം വേഴ്സറ്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്. ഇപ്പൊ തന്നെ പ്രൂവൺ പ്ലെയർ ആണ്. ഐവർ കോസ്റ്റിന് വേണ്ടിയിട്ടും RB ലീപ്സിന് വേണ്ടിയിട്ടും ഒക്കെ കളിച്ച് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. അത് മാത്രല്ല ഇത് ഈ സൈനിങ് റിപ്പോർട്ട് പ്രകാരം ഈ സൈനിങ് ജോസെ മൗറിഞ്ഞോ വാണ്ടഡാണ്. അതായത് ജോസെ മൗറിഞ്ഞോന് ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ്. ആള് പറഞ്ഞിട്ടാണ് റയല് ഈ സൈനിങ്ങിലേക്ക് പോകുന്നതും ഇത് ഡൺ ആക്കണമെന്നാണ് റിപ്പോർട്ട്.
അപ്പൊ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈനിങ് ആയിട്ടേക്ക് തോന്നുന്നു, ഒരു റീപ്ലേസ്മെന്റ്. എങ്ങാനും ഇപ്പൊ വിനി ഒന്നെങ്കിൽ ഈ സീസണിലോ അല്ലെങ്കിൽ അടുത്ത സീസണിലോ ക്ലബ്ബ് വിട്ടാൽ പിന്നെ അവർക്കൊരു റീപ്ലേസ്മെന്റ് സൈനിങ് ആദ്യം സൈൻ ചെയ്യണ്ട. ഞാൻ ഡിമോണ്ടനെ വളർത്തിയെടുത്താൽ മാത്രം മതി. ഒരു രീതിയിലാണ് എനിക്ക് ഡിമോണ്ടയുടെ കാര്യത്തിൽ തോന്നുന്നത്. പിന്നെ അടുത്ത റയലിലേക്ക് വരാൻ സാധ്യതയുള്ളത് റോഡ്രി. റോഡ്രി എന്തായാലും അത്യാവശ്യം നല്ല സാധ്യതയുണ്ട്. ഇപ്പോ ഈ സീസണിലായിരുന്നു സാധ്യതയുണ്ട് റോഡ്രി സിറ്റിയിൽ നിന്ന് റയലിലേക്ക് പോവാൻ. ഇപ്പൊ സിറ്റിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 80 to 90 മില്യൺ യൂറോസ് ആ രീതിയിലാണ് സിറ്റിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിറ്റി പിന്നെ പ്ലെയർക്ക് പോകണമെങ്കിൽ സിറ്റി തടസ്സപ്പെടുത്തില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് റിപ്പോർട്ട്. അതായത് പ്ലെയറുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് സിറ്റിയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇതൊരു നല്ല സൈനികമാണ് ജോസ്. ഇതിപ്പോ ഇനി നല്ല സൈനികമാണ്. ഇനി മൗറിഞ്ഞോയ്ക്ക് വേണോ, റോഡ്രിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മാനേജറിന് അത്യാവശ്യം പ്ലെയർ വേണോ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. റോഡ്രിയുടെ കോൺട്രാക്റ്റിൽ ഇങ്ങനെ തന്നെയാണ്, ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്ട് ആണ് സിറ്റിയിൽ. ഇപ്പൊ ഈ സീസൺ സൈൻ ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ റയലിന് സൈൻ ചെയ്യാം, ഒരു ഫ്രീ ഏജന്റ് എന്ന രീതിയിൽ. അപ്പൊ ഇത്രയും ഒരു കാശ് കുറച്ച് കിട്ടും. അപ്പൊ അവിടെ ഒരു എന്നാലും റോഡ്രി മാൻഡറിലേക്ക് പോകാൻ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ലിവർപൂളിന് ഭാഗത്ത് വരാച്ചാ ലിവർപൂൾ മുഹമ്മദ് സലയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് നോക്കുന്നത് ബാർഡി ബാർക്കോളയാണ് PSG-യുടെ. ഇപ്പൊ PSG-യിലെ ഒരു ന്യൂ സൈനിങ്സ്, ഒരു ന്യൂ കോൺട്രാക്ട് ആള് സൈൻ ചെയ്തിട്ടില്ല. ആളെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്, PSG ഒരു മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ആള് ഇത് സൈൻ ചെയ്തിട്ടില്ല. അപ്പോ ആർട്സിൽ നോക്കുന്നുണ്ട് ആളെ, പിന്നെ ലിവർപൂൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട് റണ്ണർ ലിവർപൂൾ തന്നെയാണ് എന്നാണ് കേൾക്കുന്നത്. അപ്പോ ആ വിങ്ങാണ് ഇതുവരെ പ്രത്യേകിച്ച് ഒരു സൈനിങ് പോലും ലിവർപൂൾ ചെയ്തിട്ടില്ല. ലിവർപൂളിന് മെയിൻ വേണ്ടത് ഒരു സലയുടെ റീപ്ലേസ്മെന്റ് എന്ന രീതിയിലാണ്. ബാർഡി ബാർക്കോള അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സലയെ റീപ്ലേസ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ അവിടെയാണ് നോക്കുന്നത്. അവിടെ ആർട്സിന് ബാക്കിലുണ്ട്, എങ്കിലും ഫ്രണ്ട് റണ്ണർ ലിവർപൂൾ ആണ്. ഇപ്പോ പ്ലെയറിന് ലിവർപൂൾ വേണമെന്നോ അല്ലെങ്കിൽ പ്ലെയറിന് ഇൻട്രസ്റ്റ് ലിവർപൂൾ ആണെന്നോ ഇതുവരെ റിപ്പോർട്ട് ഇല്ലെങ്കിലും കൂടി ലിവർപൂളാണ് ഇപ്പോ ബർക്കോളയ്ക്ക് വേണ്ടി ഫസ്റ്റ് പോകുന്നത്, ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് റിപ്പോർട്ട്. നോക്കാം ഇപ്പൊ എങ്ങനെ പോകുന്നത്, ബർക്കോള ഏത് ടീമിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.